ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ സദാസമയം റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മകളാൽ പച്ചപിടിച്ച മനസ്സുകളായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. വിശ്വാസികളായ നമുക്കിനി വിശ്രമമില്ല. നമ്മുടെ വിശ്രമമെന്നത് സ്വർഗത്തിലാണ്. നിരന്തരമായ ഒരു നിമിഷവും നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള ആരാധനകളാണ്, പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം. പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടം എങ്ങനെയാണ് എന്നതനുസരിച്ചുകൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇപ്പൊ ഒരു ആവേശം എന്ന നിലക്ക് നോമ്പിലേക്ക് കടന്നു വന്ന ആദ്യ ദിനങ്ങളിലൊക്കെ ആവേശപൂർവ്വം കടന്നു വരികയും നോമ്പ് നോൽക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും പിന്നീട് അങ്ങനെ അകന്ന് അവസാന സമയമാകുമ്പോഴേക്ക് പള്ളികളിൽ ഒന്നോ രണ്ടോ സഫുകൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയല്ല വിശ്വാസികളിൽ ഉണ്ടാവേണ്ടത്. ആദ്യത്തെ ദിനങ്ങളെക്കാൾ ആവേശപൂർവ്വം ഉത്സാഹത്തോടുകൂടി അവസാന നാളുകളിലേക്ക് എത്തുന്ന സമയത്ത് ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറുന്ന അവസ്ഥയാണ് വേണ്ടത്. ഒരു സംഭവം പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് ധീരധീരം പോരാടും. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. അയാൾ നല്ല പോരാട്ടമാണ്. ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലാണ്. കാരണം അത്രക്ക് നല്ല പോരാട്ടമാണ് അയാൾ നടത്തുന്നത്, അത്രക്ക് നല്ല പരിശ്രമമാണ് അയാൾ നടത്തുന്നത്. പ്രവാചകൻ പറഞ്ഞു അയാൾ നരകത്തിലാണ്. അങ്ങനെ അവസാനം അയാൾ യുദ്ധത്തിൽ ഈ രൂപത്തിൽ പടവെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളുടെ കാലിൽ ഒരു മുറിവ് പറ്റി.
ശത്രുവിന്റെ വെട്ടേറ്റൊരു മുറിവ് പറ്റി. ആ മുറിവ് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അയാൾ യുദ്ധക്കളത്തിൽ നിന്ന് അല്പം മാറി നിന്ന് തന്റെ വാള് നിലത്ത് കുത്തി അതിന്മേൽ കിടന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോ തന്റെ പ്രവർത്തനങ്ങളുടെ അവസാനം എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അയാൾ നരകത്തിന്റെ പ്രവൃത്തിയാണ്. പ്രവാചകൻ പറഞ്ഞ ചില ആളുകൾ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും, അവസാനം അയാളുടെ ജീവിതത്തിലേക്ക് നന്മകൾ കടന്നു വരികയും അതുവഴി അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ജ്അൽ ഖൈറ ഉംരി ആഖിറഹു. പടച്ചോനെ, എന്റെ ആയുസ്സിന്റെ ഏറ്റവും അവസാനമായിട്ടുള്ളത് ഖൈറായ രൂപത്തിലാക്കണം. ഏറ്റവും ഖൈറായത് എന്റെ ആയുസ്സിന്റെ അവസാന നിമിഷങ്ങളാക്കണം. വ ഖൈറ അമലി, എന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഖവാത്തിമഹു, അന്ത്യമാകുന്ന അവസാനിക്കുന്ന നിമിഷങ്ങളിലേക്കുള്ളതാക്കണം. വ ഖൈറ അയ്യാമി യൗമ ലിഖാഅക, എന്റെ ഏറ്റവും നല്ല ദിവസം എന്നത് നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണം. അഥവാ ഏറ്റവും അവസാനമായിട്ടുണ്ടാകുന്ന, നമ്മൾ അപ് ടു ഡേറ്റ് ആയി നിൽക്കുന്ന സമയം ഏതാണോ ആ സമയത്തുള്ള വിശ്വാസവും പ്രവർത്തനവും കർമ്മങ്ങളും അത് ഏറ്റവും നന്നാക്കി തീർക്കാൻ ശ്രമിക്കണം എന്നതാണ് നാം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. വിശ്വാസി നെറ്റിത്തടത്തിൽ വിയർപ്പുള്ളവരെ പോലെയാണ് മരണപ്പെടുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ നെറ്റിത്തടത്തിലുള്ള വിയർപ്പ് അഥവാ പ്രവർത്തിച്ച് അധ്വാനിച്ച് ആ രൂപത്തിലുള്ള ഒരു മുന്നേറ്റം സദാസമയം നമ്മളിൽ ഉണ്ടാവേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നാം കാതോർക്കേണ്ട ഒരു ശബ്ദമുണ്ട്, ഒരു വിളിയാളമുണ്ട്. ആ വിളിയാളം റയ്യാൻ എന്ന കവാടത്തിൽ നിന്ന് എന്റെ പേര് വിളിക്കുന്നുണ്ടോ എന്നാണ്. നാം ഈ നോമ്പിന്റെ മുന്നോടിയായി മനസ്സിലാക്കിയത് എനിക്ക് റയ്യാനുണ്ടെന്നാണ്. നോമ്പ് നോൽക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേകം നൽകുന്ന റയ്യാൻ എന്ന കവാടം, ആ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ തൂക്കപ്പെട്ടിട്ടുള്ള ആ ലിസ്റ്റിൽ അവിടെ നിന്ന് പേര് വിളിക്കുന്ന ആ വിളിയാളൻ എന്റെ പേര് വിളിക്കുന്നുണ്ടോ എന്നാണ് ഈ അവസാന സമയത്ത് നമുക്ക് ശ്രദ്ധാപൂർവം ആലോചിക്കുവാനുള്ളത്. നാം പല സമയങ്ങളിൽ പല ലിസ്റ്റുകളും നോക്കുന്ന ആളുകളാണ്. പല ടെസ്റ്റ് പരീക്ഷകളും PSC പരീക്ഷകളുമൊക്കെ എഴുതുന്ന ആളുകളൊക്കെ അതിന്റെ റാങ്ക് ലിസ്റ്റുകളൊക്കെ വരുമ്പോൾ വളരെ ആവേശത്തോടുകൂടി, അതുപോലെ ഉത്കണ്ഠയോടുകൂടി ആ ലിസ്റ്റുകൾ പരിശോധിക്കുകയാണ്. ആദ്യം എന്റെ പേര് വരണം എന്ന ആഗ്രഹത്തോടുകൂടി. അങ്ങനെ ഈ റയ്യാൻ എന്ന കവാടത്തിന്റെ ലിസ്റ്റിൽ എന്റെ പേര് ആദ്യം ഉണ്ടാവണം എന്ന ആ ഒരു വാശിയോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്, നമ്മുടെ അമലുകൾ ഉണ്ടാകേണ്ടത് എന്നത് ഈ സമയത്ത് അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള നമ്മൾ വളരെ കാര്യമായും ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു. ഭൂലോകത്തിന് വെളിച്ചമായി, അതുപോലെ തന്നെ വിശ്വാസികൾക്ക് പ്രകാശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് പോലെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചോനെ, എന്ത് ചെയ്യാൻ, എന്റെ ഈ സമുദായം ഈ ഖുർആനിനെ കയ്യൊഴിച്ചു കളഞ്ഞു റബ്ബേ എന്ന് നമ്മുടെ മേൽ ആക്ഷേപമുന്നയിക്കുന്ന തരത്തിൽ ഈ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമായിത്തീരുമോ എന്നതും നാം ആലോചിക്കേണ്ടതാണ്. ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ കഴിഞ്ഞ ദിനങ്ങളിൽ വല്ല പോരായ്മയും അലസതയും സംഭവിച്ചു പോയിട്ടുള്ള സഹോദരീ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്നുകൂടി ഒരു ഉന്മേഷത്തോടുകൂടി അവസാന ദിനങ്ങളിൽ അരങ്ങത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇതുവരെയും വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ കഴിയാത്ത, ആ രൂപത്തിൽ അതിനെ പൂർണ്ണമാക്കാൻ കഴിയാത്ത ആളുകൾ എത്രയും വേഗം പരിശ്രമിക്കേണ്ടതാണ്. ആ ഖുർആനായിരിക്കണം നമ്മുടെ ഇമാം. ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, വജ്അലിൽ കിതാബ വസ്സുന്ന അമാമക് വൻദുർ ഫീഹിമാ വഅമൽ ബിഹിമാ ഫലാ തഗ്തറ ബിൽ ഖാലി വൽ ഖീലി. മുസ്ലിമേ, നീ നിന്റെ മുമ്പിൽ വെക്കേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ്. അതാണ് നിന്റെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിന്റെയും ദിശ നിർണയിക്കേണ്ടത് ഈ ഖുർആനാകണം. പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത്
റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു കവിതയിൽ കാണാം, ഇമാമി കിതാബുല്ലാഹി വൽ ബൈതു ഖിബ്ലതി വദീനി മിനൽ അദിയാനി അഅ്ലാ വഅഖ്റു ശഫീഇ റസൂലുള്ളാഹി വല്ലാഹു ഗാഫിരി വലാ റബ്ബ ഇല്ലല്ലാഹു വല്ലാഹു അക്ബറു. ഇമാമി കിതാബുള്ള, എന്റെ ഇമാം ഖുർആനാണ്. വമൻ ഇമാമുക്ക, നിന്റെ ഇമാമാരാണ് എന്ന് നാളെ അള്ളാന്റെ അടുക്കൽ വെച്ച് ഖബറിൽ കിടക്കുമ്പോ അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോ നിന്റെ ഇമാമാരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഷാഫിയാണ്, അനഫിയാണ്, ഹംബലിയാണ് എന്നൊന്നുമല്ല പറയുന്നത്. ഇമാമിയൽ ഖുർആൻ, എന്റെ ഇമാമ് ഖുർആനാണ്. അത് ജീവിതത്തിലും ഖുർആനാവണം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മാത്രം ഖുർആനായാൽ പോരാ, ജീവിതത്തിലുടനീളം എന്റെ ഇമാമ് ഖുർആനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആ ബന്ധത്തിൽ വല്ല വിള്ളലുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തിപ്പെടുത്താൻ നാം ശ്രമിക്കുക. ഈ അവസാന ദിനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ ഉരുവിടേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, പ്രവാചകരെ, ഈ വിശുദ്ധ റമളാനിൽ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മമേതാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയിട്ടുള്ള മറുപടി, ഖൂലി, നീ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നീ നിരന്തരം പറയുക. ഈ അവസാന നാളുകളിൽ നമുക്ക് നിരന്തരം പറയാനുള്ള പ്രാർത്ഥന അതാണ്, ദിക്ർ അതാണ്. പക്ഷെ അത് ചെല്ലുമ്പോ, അത് പറയുമ്പോ നാം ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് നാം പറയുന്നത്? പടച്ചോനെ, നീ അഫ്വ് ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ മാപ്പാക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ഈ വിട്ടുവീഴ്ചയെ, മാപ്പിനെ നീ ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നീ, അതുകൊണ്ട് പടച്ചോനെ, ജീവിതത്തിൽ പലതും സംഭവിച്ചു പോയിട്ടുണ്ട്, അതൊക്കെ നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ എന്നതാണ് ആ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്, നാം ചൊല്ലുന്ന പ്രാർത്ഥനയുമാണ്. പക്ഷേ നാം ആലോചിക്കേണ്ടുന്നത് അതല്ല, ഈ പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ യോഗ്യനാണോ എന്നതാണ്. ഞാൻ ക്വാളിഫൈഡ് ആണോ? ആ പ്രാർത്ഥന ചൊല്ലാനും ഞാൻ യോഗ്യനാണോ എന്ന്. എന്താണ് അതിന് വേണ്ട യോഗ്യത? പടച്ചോനെ, ഞാൻ എന്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നീ എനിക്ക് പുറത്തു തരണം. എന്നാൽ ഞാൻ ദുനിയാവിൽ എന്റെ മാതാപിതാക്കളോട്, ബന്ധുമിത്രാദികളോട്, നാട്ടുകാരോട്, കൂട്ടുകാരോടൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല, അതൊന്നും ഞാൻ പുറത്തു കൊടുക്കൂല, അതൊന്നും ഞാൻ മാപ്പ് ചെയ്ത് കൊടുക്കൂല. ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം. ഇതൊരു വിവേചനമല്ലേ? ഇതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ? ഇങ്ങനെയുള്ളവന്റെ ഈ പ്രാർത്ഥന അള്ളയും സ്വീകരിക്കൂല, ആ വിലയെ കൊടുക്കൂ. ജീവിതത്തിൽ പലരുമായി അകന്നു നിന്നിട്ടുണ്ട്, വിട്ടു നിന്നിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അത്തരത്തിലുള്ള ആളുകളോട് നീ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ, നിന്റെ മനസ്സിൽ നിന്ന് അത് നീ മറന്നു കളഞ്ഞിട്ടില്ല എങ്കിൽ ഈ പ്രാർത്ഥന, ഈ ദിക്ർ ചൊല്ലാനുള്ള യോഗ്യത നിനക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും വിട്ടുവീഴ്ചകളോ മാപ്പുകളോ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ ആ മാപ്പുകൾ ചെയ്തു കൊടുത്തിട്ടായിരിക്കണം ഈ രൂപത്തിൽ ഉള്ള പ്രാർത്ഥന നാം നിരന്തരം ഉരുവിടേണ്ടത്. അതുപോലെ ഇസ്തിഗ്ഫാറിന്റെ ദിനങ്ങളാണിനി. നരകവിമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ രണ്ട് രൂപത്തിൽ ഒരുപക്ഷെയായി തീർന്നേക്കാം. ഒന്നുകിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിപൂർണതയിലായിരിക്കുകയില്ല. ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരം പരിപൂർണമായിട്ടാണ്, ഒരു പോരായ്മയും അതില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. നാം നോറ്റിട്ടുള്ള നോമ്പ് അതിലൊരു പോരായ്മയുമില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. കാരണം നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഇബാദത്തുകളും കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ വന്നേക്കാം. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആന്തരികമായി കൊണ്ടും അതുപോലെ ഭൗതികമായ മാനത്തോടു കൂടിയിട്ടുമുണ്ടാകും. അതിൽ
ഭൗതികമായത് നമ്മൾ പൂർത്തീകരിക്കും. ഇപ്പൊ നമസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂഅ്, സുജൂദ്, ബാക്കിയുള്ളത് ഇതൊക്കെ നമുക്കതിന്റെ ഭൗതികമായ രൂപമാണ്. എന്നാൽ അതിന്റെ ആത്മീയമായ രൂപം അത് ശരിയായിട്ടുണ്ടോ എന്നത് നമുക്കറിയില്ല. അപ്പൊ ഈ രണ്ട് രൂപത്തിലുള്ള അവസ്ഥ നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുമ്പോ അതിൽ വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ അതെനിക്ക് മാപ്പ് ചെയ്യുകയും അത് തിരുത്തുകയും അതിന്റെ പോരായ്മകൾ നീ നികത്തുകയും ചെയ്തുകൊണ്ട് നീ എന്റെ ആരാധനകൾ സ്വീകരിക്കണമേ. ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ എനിക്ക് പുറത്ത് മാപ്പാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോ ചില ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടാകുക, ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം, ഞാനെന്ത് തെറ്റാപ്പ ചെയ്യുന്നത്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പള്ളി പോകാൻ കഴിയും, പോകുന്നുണ്ട്, വേറൊരു ദോഷവും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് അല്ലേ, എന്തിനാപ്പ ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നത്, എന്തിനാ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് നടത്തുന്നത്? എന്നാൽ നാം ആലോചിക്കേണ്ടുന്ന വിഷയം, ഈ ഇസ്തിഗ്ഫാർ നടത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തിറങ്ങിയേ നമുക്കറിയാം. പ്രവാചകന്റെ ദൗത്യം അവസാനിച്ചു എന്നറിയിക്കുന്ന സൂറത്തായിരുന്നു അത്. പ്രവാചകന്റെ പരിസമാപ്തിക്ക് സമയമായി എന്നറിയിക്കുന്ന സൂറത്തായിരുന്നു. എന്നിട്ട് കൂടി പ്രവാചകൻ അക്കാലം അത്രയും അനുഷ്ഠിച്ച ത്യാഗങ്ങളും പരിശ്രമങ്ങളും ദഅവത്തും യുദ്ധങ്ങളും ബാക്കി കാര്യങ്ങളും നന്മകൾ മാത്രം ചെയ്ത പ്രവാചകനോട് ആ സൂറത്തിന്റെ അവസാനം നമുക്കറിയാം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. അവിടെ അള്ള പറഞ്ഞ ഇസ്തിഗ്ഫാർ നടത്തണം. ഇതൊക്കെ ചെയ്ത നബിയോട് അള്ള പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. നീ റബ്ബിനെ സ്തുതിക്കണം, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും വേണം. ആരോടാ പറയണത്? അള്ളാന്റെ റസൂലിനോട് അള്ള പറയാ. അപ്പൊ നമ്മൾ എത്ര ചെയ്യേണ്ടി ഒരു ഇസ്തിഗ്ഫാർ? റസൂലിനോട് വരെ അള്ള കൽപ്പിച്ചുവെങ്കിൽ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ നടത്തേണ്ടി വരും? മതിയാകുമോ? പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് മതിയാകുമോ? അതുകൊണ്ടാണ് പ്രവാചകൻ ഒരു ദിവസം ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി മിൻ 70 മറ, മറ്റേ ഹദീസിൽ 100 മറ, 70 വട്ടം 100 വട്ടമൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. നമ്മളോട് തന്നെ പ്രവാചകൻ പറഞ്ഞു, നമസ്കരിക്കുന്ന സമയത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റൊക്കെ വേറെ ചെല്ലുന്നുണ്ട്. നിസ്കരിച്ചതിന് ശേഷം ഏറ്റവും നല്ല ഒരു ഇബാദത്ത് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്ന വാക്കുകൾ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുണ്ട് അതിന്. ഈ അസ്തഗ്ഫിറുല്ലാഹ് ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരുന്ന ആളോട്, അയാൾ ഹജ്ജിന് വേണ്ടി മനസ്സിൽ അതിന്റെ നിയ്യത്തുണ്ടായ സമയം തൊട്ട് മാറിയതാണ്. അയാൾ എല്ലാ നന്മയും ഹജ്ജിന് മുമ്പേ നന്നായി തീർന്നിട്ടുണ്ട് ഒക്കെ. പിന്നെ അയാൾ അതിനുശേഷം മിനയിലേക്ക് പോയി, അറഫയിലേക്ക് പോയി, മുസ്ദലിഫയിലേക്ക് പോയി, അറഫ മിനയിൽ വന്ന് വീണ്ടും കല്ലെറിഞ്ഞു, എല്ലാം ചെയ്തു. അന്ന് പിറന്ന കുഞ്ഞിനെപ്പോലെ പരിശുദ്ധനായി അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാ. നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ അള്ള പറയുന്നു, സുമ്മ അഫീളൂ മിൻ ഹൈസു അഫാളൻ നാസ് വസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് പരിശുദ്ധരായി പോവുകയാണ്, ഇസ്തിഗ്ഫാർ നടത്തണട്ടോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണട്ടോ. അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുവാനുള്ള, തൗബ ചെയ്യുവാനുള്ള സമയമാണിത് എന്ന് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടുന്ന കാര്യമാണ്. പ്രാർത്ഥനകൾക്ക് ഏറെ ഉത്തരം കിട്ടുന്ന, അതുപോലെ തന്നെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് നടന്ന ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മഴ തീരെ വർഷിക്കാത്ത ഒരു സമയം, ആളുകൾ ആകെ ബുദ്ധിമുട്ടിലായി. അങ്ങനെ മൂസാ നബി തന്റെ അനുയായികളെയും കൊണ്ട് മഴയ്ക്കുള്ള നമസ്കാരത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാ. കുറേ നേരം പ്രാർത്ഥനയിൽ നിരതനായി, പക്ഷേ മഴ വർഷിക്കുന്നില്ല. അങ്ങനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്പം മാറി നിന്ന് പടച്ചോനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ, ഇത്ര നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു, എന്നിട്ടും മഴ വർഷിച്ചു തരുന്നില്ലല്ലോ റബ്ബേ, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ മൂസാ നബിക്ക് അള്ളാഹു മറുപടി കൊടുത്തു, നിങ്ങൾ ഈ കൂടിയ കൂട്ടത്തിൽ കൊടും പാപിയായ ഒരാളുണ്ട്, അയാൾ ഉണ്ടായിട്ടാ മഴ പെയ്യാത്തത്.
കൊടും പാപിയായ ഒരാളുണ്ട്. അയാൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുകയും അങ്ങനെ മഴ പെയ്യുകയും ചെയ്യാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ അറിയിച്ചു. അങ്ങനെയും അവർ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പം മഴ പെയ്തു. അപ്പൊ അള്ളാഹിനോട് മൂസാ നബി പ്രാർത്ഥിച്ചു, പടച്ചോനെ, നീ അപ്പോൾ ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല, അപ്പൊ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അവർക്കിടയിൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, ഇപ്പം മഴ പെയ്യുകയും ചെയ്തല്ലോ റബ്ബേ. അപ്പൊ അള്ള പറഞ്ഞു കൊടുത്തു, അയാൾ ഇസ്തിഗ്ഫാർ, ആ കൊടും പാപിയായ ആൾ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തി, അള്ള അത് സ്വീകരിച്ചു, ഞാനത് സ്വീകരിച്ചു, അപ്പം നിങ്ങൾക്ക് മഴ വർഷിച്ചു. നോക്കൂ, ആരും അറിഞ്ഞിട്ടില്ല. കൊടും പാപിയായ ഈ മനുഷ്യൻ ആരാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. മൂസ ഇന്ന ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അയാളാണ്, അയാളെ പുറത്താക്ക് എന്നല്ല പറഞ്ഞിട്ടില്ല. എന്തൊരു സ്നേഹമാണ് പടച്ചോന് നമ്മളോട്. ജീവിതത്തിൽ എത്രയെത്ര പാപങ്ങൾ വന്നു പോയിട്ടുള്ള നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ള പറയുന്നില്ല, നീയാണ്, നീ കുറ്റവാളിയാണ്, നീ തമ്മാടിയാണ് എന്ന് തിരിച്ചറിയേണ്ടത് നമ്മളാണ്. ഇത്രയും സ്നേഹമുള്ള റബ്ബിനോട് ഈ വിശുദ്ധ റമളാനിന്റെ അവസാന നാളുകളിൽ ഏറ്റവും കൂടുതൽ അടുക്കുവാൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും അതുപോലെ തന്നെ അമലുകളിലൂടെ മുന്നേറുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നിരതരാവുക. ഞാൻ ചെയ്യുന്നില്ലേ, പിന്നെന്തിന് പ്രാർത്ഥിക്കണം? ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സദഖ നൽകുന്നുണ്ട്, ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെന്തിനാ അത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം? പ്രാർത്ഥനകളില്ല എങ്കിൽ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, കഅബാലയം നിർമ്മിച്ച സമയത്ത് ആ കഅബാലയം നിർമ്മിക്കാൻ പറഞ്ഞത് അള്ളയാണ്. എവിടെയാണ് അത് നിർമ്മിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തത് അള്ളയാണ്. അതിന്റെ മേൽനോട്ടം വഹിച്ച് കൂടെയുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നിട്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി ആ കഅബാലയം പണിത് കഴിഞ്ഞ ഉടനെ എന്താ ചെയ്തത്? ഇത് ഞാൻ ചെയ്തത് അള്ളാഹ്ക്കറിയാലോ, അള്ളാഹ് എന്നെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നത് എന്ന് വിചാരിച്ചല്ല. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. പടച്ചോനെ, ഈ കർമ്മം ചെയ്തു, നീ സ്വീകരിക്കണേ, കബൂലാക്കണമേ. ഇതൊരു അപേക്ഷയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാവണം. പടച്ചോനെ, ഞാൻ നിസ്കരിച്ച നിസ്കാരം നീ കബൂലാക്കണമേ റബ്ബേ, ഞാൻ ചെയ്യുന്ന സദഖ നീ സ്വീകരിക്കണമേ റബ്ബേ, ഞാൻ ചൊല്ലുന്ന ദിക്റുകൾ നീ സ്വീകരിക്കണമേ റബ്ബേ എന്നുകൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. പടച്ചോനെ, ദാരിദ്ര്യമുണ്ട്, രോഗമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ഒക്കെ മാറ്റിത്തരണേ റബ്ബേ. അത് നമ്മൾ പലതും നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, ആവശ്യവുമാണ്. പക്ഷെ അതുപോലെ തന്നെ ആവശ്യമായ, അല്ലെങ്കിൽ അതിനേക്കാൾ ആവശ്യമായിട്ടുള്ള കാര്യമാണ്, പടച്ചോനെ, ഞാൻ ചെയ്യുന്ന ഓരോ അമലുകൾക്ക് ശേഷവും ഈ അമൽ നീ കബൂൽ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. ഇതൊന്നും നമ്മൾ മറക്കാതെ ഈ അവസാന ദിനങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നന്മകളിലൂടെ ഒരു പടയോട്ടം നടത്താൻ നമുക്ക് കഴിയണം. ഈ പറഞ്ഞ എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥനകളും ദിക്റുകളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നന്മകളിലൂടെ ഒരു മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിയണം. ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിതരാക്കുന്നുണ്ട് റമളാനിൽ. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എല്ലാ രാത്രിയിലും ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിതരാക്കുന്നുണ്ട്, അഥവാ സ്വർഗത്തിനോട് അടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൂടെ അള്ളാഹുമായി ഏറ്റവും അടുക്കാൻ നമുക്ക് കഴിയുന്ന അവസ്ഥയിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു അവസ്ഥ ഈ റമളാനിന്റെ അവസാന നാളുകളിലൂടെ നാം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ കളയാനില്ല. വിശ്രമിക്കാനുള്ള സമയമല്ല, ജാഗരൂകരാകാനുള്ള സമയമാണ്. കുടുംബത്തെ കൂടി വിളിച്ചുണർത്തുകയും കൂടെ നിർത്തുകയും ചെയ്യേണ്ട സമയമാണ്. കിട്ടുന്ന സമയം എഴുത്തിക്കാപ്പായി പള്ളിയിൽ ചെലവഴിക്കേണ്ട സമയമാണ്. കിട്ടുന്ന സമയം, ഒഴിവുള്ള സമയങ്ങൾ, ഇപ്പോ ബിസിനസ്സുകാരും അതുപോലെ പല രൂപത്തിലുള്ള ആളുകളുണ്ടാകും, അവർക്ക് സൗകര്യപ്പെടുന്ന വിധത്തിൽ. അല്ലാത്ത ആളുകൾ ഒഴിവ് കിട്ടുന്ന സമയം പള്ളിയിൽ വന്നുകൊണ്ട് ഇഴ്തികാഫ് നിയ്യത്ത് ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയം ആ പള്ളിയിൽ ചെലവഴിക്കുക. എന്നിട്ട്
ഖുർആൻ ഓതുകയോ ദിക്റ് ചെല്ലുകയോ ഒക്കെ ചെയ്യുക. അള്ളാഹു നമ്മുടെ മനസ്സുകൾ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുകയും അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാക്കി തീർക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാം മനസ്സിലാക്കേണ്ടത് ഈ ന്യൂനതകൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് അന്യൂനമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ റമളാനിലൂടെ കഴിയണം എന്ന കൂടുതൽ പൂർണ്ണമാകുന്ന വിധത്തിൽ. ഒരു സഹാബിയുടെ കഥ പറയുന്നുണ്ട്. അത്താഉ സലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ പള്ളിയിലെ നല്ല എംബ്രോയിഡറാണ്, നല്ല തുന്നൽ പണിക്കാരനാണ്. കലാപരമായി തുന്നൽ നടത്തി കൊണ്ടുപോയി വിൽപ്പന നടത്തി അങ്ങനെ ഉപജീവനം നടത്തുന്ന ആളാണ്. ഒരിക്കൽ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള വസ്ത്രം അങ്ങാടിയിൽ കൊണ്ടുപോയപ്പോൾ ആരും വാങ്ങുന്നില്ല. അയാൾക്കാകെ വിഷമമായി. ഇത് വിറ്റിട്ട് കിട്ടുന്ന കാശിൽ നിന്ന് വേണം വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനം വാങ്ങാൻ. പക്ഷേ ഇത് ആരും വാങ്ങുന്നില്ലല്ലോ. അങ്ങനെ കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങിയപ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാ കരയണത്? ഇതാരും വിറ്റുപോകുന്നില്ല. അയാളുടെ അവസ്ഥ പറഞ്ഞു. അപ്പൊ അയാളോട് ആളുകൾ പറഞ്ഞു, ഇതിനിതാ ഇന്നാലിന്ന ന്യൂനതകളുണ്ട്, ചില സ്ഥലത്ത് ഇന്ന പോരായ്മകളുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ വാങ്ങാത്തത്. അപ്പൊ അയാൾ ഒന്നുകൂടി ഉച്ചത്തിൽ കരഞ്ഞു എന്നാണ്. വീണ്ടും വീണ്ടും കരഞ്ഞു. എന്താ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനിതാ ഈ വസ്ത്രത്തിന്റെ കുറവുകൾ എനിക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ. ഈ കുറവുകൾ എനിക്ക് പരിഹരിക്കാം. ഞാനൊരു തയ്യൽക്കാരനാണ്, അത് പരിഹരിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ഇതുപോലെ എന്റെ ആരാധനകളിൽ വല്ല കുറവുകളും വന്നിട്ടുണ്ടാകുമോ? ഞാൻ നിർവഹിച്ച ആരാധനകളിൽ വല്ല കുറവുകളും വന്നിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ പടച്ചോൻ, നിങ്ങളിത് വാങ്ങാത്തതുപോലെ തന്നെ, നിങ്ങളിത് സ്വീകരിക്കാത്തതുപോലെ തന്നെ എന്റെ ഈ അമലുകൾ അള്ളാഹ് സ്വീകരിക്കാതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിലനിർത്തിക്കൊണ്ട് ഈ അവസാന നാളുകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി, വിശ്രമമില്ല എനിക്ക്, എന്റെ വിശ്രമം സ്വർഗത്തിലാണ്, ആ റയ്യാൻ എന്ന കവാടത്തിൽ നിന്ന് പേര് വിളിച്ച് അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടാണ് എന്ന ഒരു തീർച്ചപ്പെടുത്തൽ നമ്മുടെ മനസ്സുകൾ കൊണ്ടുണ്ടാക്കി ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മെ അപകടപ്പെടുത്താതിരിക്കണം. രണ്ട് ചോദ്യം അതിനെ സംബന്ധിച്ചുണ്ട്. മിൻ ഐന ഇക്തസബ വൈലായിന അൻഫഖ, എവിടുന്നാ ഉണ്ടാക്കിയത്, എവിടുക്കാ കൊടുത്തത്? അപ്പൊ അതിൽ നിർബന്ധമായ ഒരു ബാധ്യതയാണ് സക്കാത്ത് എന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാനുള്ള സമയമില്ല. നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത് എന്ന് എല്ലാ സമയത്തും വർഷാവർഷങ്ങളിൽ നാം കേൾക്കുന്നതാണ്. ആ സക്കാത്ത് നമ്മുടെ മുതലിൽ നിന്ന് നൽകാനുള്ളത് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ളത് മുഴുവനും ഹറാമായി, നിഷിദ്ധമായി. 2.5% നാണയ ഇനത്തിലാണെങ്കിൽ ആ 2.5% നൽകാതെയാണ് അയാൾ തന്റെ സമ്പത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ 97% അല്ല മോശമാകുന്നത്, 100% മോശമായി. ഹറാമിന്റെ മുതലായി, ഹറാമിന്റെ മുതലാണ്. അവനാണ് പിന്നെ അള്ളാഹിനോട് ദുആ ഇറക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത്, മൽബസഹു ഹറാം മത്അമഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലക്കും. ഓന് ധരിച്ചിട്ടുള്ള വസ്ത്രം ഹറാമാണ്, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമായി. എങ്ങനെ ഈ ഭക്ഷണം ഹറാമായത്? ഞാൻ 97 വാങ്ങിയത്, അത് ഹലാലാവൂലേ? ആവൂല, അത് ഹലാലാവൂല. ഈ 2.5 കൊടുക്കാത്തത് കൊണ്ട് 97 ഹറാമായി. അപ്പം ഭക്ഷണം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമായി, അവൻ ധരിച്ച വസ്ത്രം ഹറാമായി, അവൻ ജീവിതത്തിൽ ഉപയോഗിച്ച സർവ്വസമ്പത്തും ഹറാമായി. കൊടുത്താലോ 2.5% കൊടുത്താലോ ബാക്കിയുള്ളത് മുഴുവനും അവന് ഏറ്റവും ത്വയ്യിബായി ഉപയോഗിക്കാം, ഹലാലൻ ത്വയ്യിബൻ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു ഒരു നിസാബ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിസാബിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് ബാക്കിയുള്ള ഈ പറഞ്ഞ 2.5 അതല്ലെങ്കിൽ
കൃഷിയൊക്കെ ആണെങ്കിൽ 5, 10, 20 ഇങ്ങനെയൊക്കെ നിസാബുണ്ട് ശതമാനങ്ങൾ. ആ ഭാഗം നമ്മുടേതല്ല, അത് നൽകിയിട്ടില്ലെങ്കിൽ സമ്പത്ത് ശുദ്ധീകരിക്കുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് നൽകാത്ത ആളുകളോട് യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ സക്കാത്ത് നൽകാത്ത ആളുകൾ ആ ആളുകളെ ഇസ്ലാമിന്റെ വൃത്തത്തിൽപ്പെട്ടവരല്ല എന്നാണ് ഗണിച്ചിരുന്നത്. അതുപോലെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് ഇന്നമാ യഅ്മുറു മസാജിദ്, പള്ളിക്കമ്മിറ്റിക്ക് വരെ ആളെടുക്കണമെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നവനെ എടുക്കാൻ പാടുള്ളൂ. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ് എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹ് പറയുന്നതാ, പള്ളി പരിപാലനത്തിന് വേണ്ടി ആളെ തെരഞ്ഞെടുക്കുമ്പോ അവിടെ നാട്ടിലെ കാരണവരാരാണ്, പണക്കാരനാരാണ് എന്നല്ല നോക്കേണ്ടത്, നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെ അങ്ങനത്തെ സ്ഥാനങ്ങളിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന്. അതുപോലെ മറ്റൊരായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കൂട്ടുകെട്ട് സൗഹൃദം സ്ഥാപിക്കണമെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന പോലെയായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രവാചകൻ നിർദ്ദേശിച്ച. പിന്നെയോ നാളെ അള്ളാന്റെ അടുക്കലെത്തുന്ന സമയത്തോ നൽകാത്ത ആളുകൾക്ക് അവിടെ അവന്റെ 2 തോളിലൂടെയും സർപ്പരൂപത്തിൽ കയറി വന്നുകൊണ്ട് ഈ സ്വത്തുക്കൾ ഹാദാ കൻസുക ഹാദാ മാലുക, നീ സമ്പാദിച്ച സമ്പത്താണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 തോളിലും ഇരുന്ന് കവളത്ത് ആഞ്ഞു കൊത്തുമെന്ന, എന്നിട്ട് ആ രൂപത്തിലുള്ള ശിക്ഷ അവന് നൽകുമെന്ന. അതുകൊണ്ട് വെറും 2.5% വേണ്ടി വാശി പിടിച്ച് നാം അത് നൽകാതെ ബാക്കിയുള്ളതിന്റെ കൂടെ ചേർത്താൽ നമുക്കുണ്ടാകുന്ന അപകടം വലുതാണെന്ന് മനസ്സിലാക്കി ഈ കാര്യം ഉൾക്കൊണ്ട ആളുകൾ അവരോട് പിന്നെ എത്ര കൊടുക്കണം, ഞാൻ എന്റെ ഇത്ര ഉണ്ട്, എത്ര കൊടുക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. സംശയമുള്ളവർ അതറിയാവുന്നവരുടെ അടുക്കൽ പോയി സംശയം തീർത്ത് കൊടുക്കും, ഒരു അണപ്പൈ ബാക്കി വെക്കാതെ അത് കൊടുക്കും. തീർച്ചയാണ് ഈ കാര്യം മനസ്സിലാക്കുന്നവന് പിന്നെ അത് കൈ പിടിച്ചിക്കൂല, അത് എന്റേതല്ല, എനിക്ക് അർഹതപ്പെട്ടതല്ല, എന്റെ മുതലല്ല എന്ന് മനസ്സിലാക്കുന്നവൻ അറിയുന്നിടത്ത് പോയി സംശയം ഉണ്ടെങ്കിൽ തീർത്തിട്ട് അത് കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കളക്ഷൻ കെയർ ഹോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളക്ഷനാണ്. 6 വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ കോമ്പൗണ്ടിൽ തന്നെ, ക്യാമ്പസിൽ തന്നെ അല്പം വിട്ട് രോഗികൾ എന്ന് പറയുകയാണെങ്കിൽ ക്യാൻസർ രോഗം പിടിപെട്ട്, അതല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ, ലുക്കീമിയ, പിച്ചു കുട്ടികൾക്കുണ്ടാകുന്ന ലുക്കീമിയ, നട്ടെല്ലിന് ക്ഷതം ബാധിച്ചവർ, അതുപോലെ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി മാത്രം നീങ്ങാൻ കഴിയുന്ന, സ്വന്തം എഴുന്നേൽക്കാനോ നിൽക്കാനോ ആശുപത്രിയിൽ പോകാനോ വരാനോ ഒന്നും കഴിയില്ല. അവർക്കാണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. രോഗം പടരാതിരിക്കുന്ന, ഇൻഫെക്ഷൻ ഇല്ലാത്ത അവസ്ഥകൾ വേണം. നാട്ടിൽ പോയി വരിക എന്ന റേഡിയേഷനൊക്കെ നടത്തുന്ന ആളുകൾക്ക് നാട്ടിൽ പോയി വരാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് കൗണ്ട് കുറയുന്ന സമയമാണ് റേഡിയേഷനിലൊക്കെ. പിന്നീട് വളരെ വലിയ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഒരു പൈസ പോലും അവരുടെ അടുക്കൽ നിന്ന് വാങ്ങാതെ ഒരു വർഷത്തിൽ 165ഓളം ആളുകളെ ഒരു മാസത്തിൽ 16.5 ലക്ഷം രൂപ ചെലവാണ്. ഒരു വർഷത്തിൽ 1,98,00,000 രൂപ ചെലവാക്കുന്നു. പാവപ്പെട്ട ഇതുപോലെയുള്ള ആളുകൾക്ക്, രോഗികൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള കളക്ഷനാണിന്ന്. അപ്പോ അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ആളുകളൊക്കെ, അതിന്റെ ഓരോ സ്ഥാനത്തിരിക്കുന്ന, അതിന്റെ കൃത്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് കേട്ടാൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഇവിടെ നിന്ന് ഈ രോഗം ബാധിച്ച് അത് സുഖപ്പെട്ട് അവർക്ക് ആശ്വാസമായി തിരിച്ചു പോകുമ്പോൾ അവർ പറയുന്ന വാക്കുകളുണ്ട്. അതിൽ ജാതിയും മതമൊന്നുമില്ല. മനുഷ്യരായാൽ മതി, അവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ആളായാൽ മതി. അവർ പറയുന്ന ആ വാക്കുകൾ തിരിച്ചു പോകുമ്പോൾ ആ നന്ദിയുടെ വാക്കുകൾ അത് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ മതി എന്ന് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ പറയുക. അതുകൊണ്ട് എത്ര നിങ്ങളെക്കൊണ്ട് നൽകാൻ സാധിക്കുമോ അത്രയും ഈ കളക്ഷനിലേക്ക്, ഈ ഭാരിച്ച പ്രതിഫലം നൽകുന്ന ഈ അവസാന നാളുകളിലേക്ക് പ്രവേശിച്ച ഈ സമയത്ത് നൽകാൻ നാം തയ്യാറാവുക. അതുപോലെ ഒരു കാര്യം കൂടി, അതുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സൗകര്യവും ഈ ഇസ്ലാമിന്റെ വെളിച്ചവും ഖുർആനിന്റെ സന്ദേശവും ഒക്കെ ഒഴുകുന്ന, പരന്നൊഴുകുന്ന, അതുപോലെ ആരാധനകൾ നിർവഹിക്കുന്ന ഈ സ്ഥാപനത്തിന്റെയും പിന്നെ പിരിവല്ല, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഓരോരുത്തരെയും സമീപിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന ഈ വലിയ കാര്യത്തിന് വേണ്ടി അവരുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ആളുകളുമായി നിങ്ങൾ സഹകരിക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനിന്റെ അവസാന നാളുകളെ
നാം ഈ മനസ്സിലാക്കിയതുപോലെ തന്നെ ആത്മാർത്ഥമായി വിശ്രമമില്ലാതെ പ്രയോജനപ്പെടുത്തുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ വിശുദ്ധ നാളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ഈ റമളാനിനെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിത്തരണമേ തമ്പുരാനെ. റമളാൻ, ഈ ഖിയാമു റമളാനും അതുപോലെ രാത്രി നമസ്കാരവും മറ്റ് പുണ്യകർമ്മങ്ങളും അധികമായി ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും സന്മനസ്സും ആരോഗ്യവും നൽകണമേ തമ്പുരാനെ. ദിക്റുകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, ഇഴ്തികാഫിലൂടെ, അതുപോലെ എല്ലാം ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ചെയ്തുപോയ പാപങ്ങൾ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നിന്നോട് ഏറ്റുപറയൽ അത്യാവശ്യമാണ്. നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയ ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും. അല്ലാഹുവേ, നിന്നോട് മാത്രമേ പറയാനുള്ളൂ. വേറെ ലോകത്തൊരു സൃഷ്ടിയോടും പറയാനില്ല, പ്രവാചകനോട് പറയാനില്ല, ഔലിയാക്കളോട് പറയാനില്ല, വേറൊരാളോടും പറയാനില്ല. റബ്ബേ, നിന്നോട് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് കരുണാവാരിധിയായ റബ്ബേ, ദയാപരനായ തമ്പുരാനെ, കാരുണ്യവാനായ റഹ്മാനെ, ഞങ്ങളിൽ വന്നുപോയ ദോഷങ്ങളെല്ലാം നിന്റെ കൃപയാൽ, ദയയാൽ, കാരുണ്യത്താൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾ, വീടുകളിൽ രോഗികളായി കിടക്കുന്ന ആളുകൾ, അല്ലാഹുവേ, അത്തരത്തിലുള്ള ആളുകളുടെ രോഗങ്ങളെല്ലാം നീ പൂർണ്ണമായും ശിഫയാക്കി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, എപ്പോഴും മനസ്സുകളിൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്ന വിധത്തിൽ കുടുംബങ്ങളിൽ നിന്ന് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കിത്തരണമേ തമ്പുരാനെ. നിന്റെ അടുക്കൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين. اللهم هب لنا في رمضان اليسر والعافية يا أرحم الراحمين. اللهم اجعل لنا ليلة القدر يا منان. اللهم اجعلنا من المستغفرين ومن عبادك الصالحين. اللهم اغفر لنا ولوالدينا يا أرحم الراحمين. اللهم اغفر لأموات جميع المسلمين يا منان. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر لفلسطين. اللهم انصر المجاهدين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.